പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്ന ഒരു വിഷയമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന പ്രോബ്ലം. ഇത് ചിലരൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, കാരണം അവർക്ക് പുറത്ത് പറയാനുള്ള ഒരു നാണക്കേട് മൂലം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് വിചാരിക്കുമെന്നതിനെ കുറിച്ചൊക്കെ ഓർത്ത്. സാധാരണഗതിയിൽ ആദ്യം ഒരു കുട്ടിക്ക് പീരിയഡ്സ് ആയതിനു ശേഷം 5-6 ദിവസത്തിന് ശേഷം 2-3 ദിവസത്തേക്ക് ഇങ്ങനെ വൈറ്റ് കളറിലുള്ള മിൽക്കി ഡിസ്ചാർജ് ഉണ്ടാവും. അത് നോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പീരിയഡ്സിന് മുന്നും ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. സാധാരണഗതിയിൽ പീരിയഡ്സിന് മുന്നായി വൈറ്റ് മിൽക്കി ഡിസ്ചാർജ് എല്ലാവരും കാണപ്പെടുന്നു. അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ, ഇച്ചിങ്ങോ, അതുപോലെ സ്റ്റിക്കി അപ്പിയറൻസോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നോർമലാണ്. ഓവുലേഷന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് മൂലം ഇത്തരം വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നും അതിലില്ല. എന്നാൽ ചില വൈറ്റ് ഡിസ്ചാർജസിന് പ്രത്യേകിച്ച് കളേഴ്സ് ഉണ്ട്, അതുപോലെ അപ്പിയറൻസിന് വരുന്ന മാറ്റവും അതൊക്കെ അനുസരിച്ചാണ് ഇത് പ്രോബ്ലം ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുക. ഏതൊക്കെ ഡിസ്ചാർജാണ് നോർമൽ, ഏതൊക്കെയാണ് അബ്നോർമൽ എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രശ്നമായിട്ടുള്ളത്, പ്രോബ്ലം ആയിട്ടുള്ള ഡിസ്ചാർജ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തേത് ക്ലിയർ എഗ് വൈറ്റ് ഡിസ്ചാർജ് ആണ്. ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു എഗ് വൈറ്റിന്റെ കളർ ആയിരിക്കും. അത് നോർമലാണ്. അതുപോലെ തന്നെ പീരിയഡ്സിന് മുന്നേ വരുന്നതും ഹോർമോണൽ ചേഞ്ചസ് മൂലം അതുപോലെ ഓവുലേഷന്റെ സമയത്തൊക്കെ വരുന്നതാണ് ഈ ക്ലിയർ എഗ് വൈറ്റ് ഡിസ്ചാർജ്. ഇത് വരുന്നത് നോർമൽ ആയിട്ടുള്ള. അടുത്തത് ചെറി റെഡ് കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ ആണ്. ഇത് പീരിയഡ്സിന് സമയത്തിൽ വരുന്ന ഡിസ്ചാർജ് ആണ്. അതുപോലെ തന്നെ ഏർലി പ്രഗ്നൻസിയുടെ സിംറ്റം ആയിട്ടും തൈറോയ്ഡ്, PCOD ഉള്ളവർക്കൊക്കെ ഈ തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവും. അത് നോർമൽ ആണ്. PCOD, തൈറോയ്ഡ് ഒന്നും ഇല്ലാത്തവർക്ക് ഇത്തരം ഡിസ്ചാർജ് അതർ ദാൻ പീരിയഡ്സിന്റെ ടൈമിലാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് പെയിൽ യെല്ലോ കളറാണ്. എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നവർ, അതായത് കാൽസ്യം, വൈറ്റമിൻ ഉള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നവർക്ക് പെയിൽ യെല്ലോ കളർ വരുന്നത് നോർമൽ ആണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ലിയർ എഗ് വൈറ്റ് പോലെ തന്നെ ഇതും നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ ഈ പെയിൽ യെല്ലോ കളറിൻ്റെ കൂടെ തന്നെ ഇച്ചിങ്, ബേണിംഗ്, മിച്ചുറേഷൻ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഫെക്ഷൻ ആയി എന്നതിനെ കുറിച്ച് ഒരു സൂചന തരുന്നതാണ് ആ പെയിൽ യെല്ലോ കളർ. അത്തരത്തിൽ വരുന്ന ഡിസ്ചാർജ് ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ഡിസ്ചാർജ് അത്ര കോമൺ ആയിട്ടുള്ളതല്ല, എങ്കിലും അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. നിയോൺ ഗ്രീൻ ഡിസ്ചാർജ് എന്നാണ് അതിന് പറയുന്നത്. ബാക്ടീരിയ ഓൾറെഡി ഫോം ചെയ്തു, ഇത് കോംപ്ലിക്കേറ്റഡ് ആയി, വിഷയമായി എന്ന് കാണിക്കുന്നതാണ് നിയോൺ ഗ്രീൻ കളർ. ഇങ്ങനെ ഡിസ്ചാർജ് ഉള്ളവർ ഒട്ടും വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ലൈറ്റ് പിങ്ക് കളർ ഡിസ്ചാർജ് ആണ്. സെക്ഷൽ ഇന്റർകോഴ്സിൽ ആദ്യമായിട്ട് ഏർപ്പെടുമ്പോൾ വരുന്ന ഡിസ്ചാർജ് ആണ് ലൈറ്റ് പിങ്ക് കളർ. ഇത് നോർമൽ ആണ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡിസ്ചാർജ്. ഇത് ബാക്ടീരിയ ഫോം ആയി എന്നതിന്റെ സൂചനയാണ്. ഇതിന്റെ കൂടെ ഉറപ്പായിട്ടും ഇച്ചിങ്ങും ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഡോക്ടറെ കാണാണ്ട് വീട്ടിൽ ഹോം റെമഡീസ് വെച്ചിട്ടിരിക്കാൻ ഒരിക്കലും നോക്കരുത്. ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. അതാണ് ഏറ്റവും ഉത്തമം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഏറ്റവും ഉത്തമമായ 2 ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് യോനി പ്രക്ഷാലന, അതുപോലെ തന്നെ യോനി പിച്ചു. യോനി പ്രക്ഷാലന എന്ന് വെച്ചാൽ കഷായം എല്ലാം ഉപയോഗിച്ച് വജേനയുടെ ആ ഭാഗവും ഉൾഭാഗവും ഒക്കെ നന്നായി കഴുകുന്നതിനെയാണ് അതിന് യോനി പ്രക്ഷാലന എന്ന് പറയുന്നത്. സാധാരണഗതി ത്രിഫല കഷായം, അതുപോലെ തന്നെ പഞ്ചവൽക്കല ക്വാദയൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് യോനി പിച്ചു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഫെമിപ്ലക്സ് ജെല്ലോ അല്ലെങ്കിൽ വി ജെല്ലൊക്കെ ഉപയോഗിച്ച് ഒരു കോട്ടൺ ബോളിൽ ഈ ഓയിൽമെന്റ് അല്ലെങ്കിൽ കഷായം എന്താന്ന് വെച്ച് ഉപയോഗിച്ചതിന് ശേഷം അത് വജേനയുടെ ഉൾഭാഗത്തിലേക്ക് നമ്മൾ ബോൾ പോലാക്കി അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഈ പ്രൊസീജിയേഴ്സിനെല്ലാം പുറമെ ആയുർവേദിക് മെഡിക്കേഷൻസും അവൈലബിൾ ആണ്. ഇത് വൈറ്റ് ഡിസ്ചാർജിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.